എന്താണ് സാർ ഈ സമാൻ എന്ന വാക്കിന്റെ അർത്ഥം? കാലത്തിന്റെ അത്ഭുതം, കാലത്തിന്റെ സൗന്ദര്യം, കാലത്തിന്റെ അപൂർവത എന്നൊക്കെയാണ് ഇതിനർത്ഥം. അദ്ദേഹത്തിന്റെ ഒരു അധ്യാപകനാണ് ഈ പേര് നൽകിയത്. അക്കാലത്ത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1890-കളിൽ, അതായത് 92-ലോ 93-ലോ ആയിരിക്കണം. അദ്ദേഹം ജനിച്ചത് 1876-ലാണ്. ആ കൂട്ടത്തിൽ അതും കൂടി ഒന്ന് പറഞ്ഞേക്കാം. നൂർസ് ഗ്രാമത്തിൽ, ബിദ്ലീസിലെ ഹിസുസാൻ ജില്ലയിലുള്ള നൂർസ് ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. 8-9 വയസ്സുള്ളപ്പോൾ അദ്ദേഹം പഠനം ആരംഭിച്ചു. പോയ മദ്രസകളിലെല്ലാം ഏതാണ്ട് ആഴ്ചകളോ മാസങ്ങളോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏറ്റവും കൂടുതൽ കാലം പഠിച്ച മദ്രസയിൽ വെറും 3 മാസമാണ് ഉണ്ടായിരുന്നത്. അത് കൗതുകരമാണല്ലോ. അതുകൊണ്ടാണ് അദ്ദേഹം കൂടുതൽ കാലം അവിടെ ഒന്നും നിൽക്കാതിരുന്നത്. അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ വന്നത്. ബുദ്ധിയും ശക്തിത്വവും ഉയർന്ന തലത്തിൽ ഒരു വ്യക്തിയിൽ ഒത്തുചേരുന്നത് അപൂർവമായതുകൊണ്ടാണ് അദ്ദേഹത്തിന് ബദിയുസ്സമാൻ എന്ന പേര് നൽകിയത്. അദ്ദേഹം 90ഓളം പുസ്തകങ്ങൾ മനപാഠമാക്കിയിരുന്നു. താങ്കളുടെ ഒരു അഭിമുഖത്തിലും ഇക്കാര്യം പറയുന്നുണ്ട്. ഈ 90 പുസ്തകങ്ങളും അദ്ദേഹം ചുവലേക്ക് നോക്കി കാണാതെ ചൊല്ലുമായിരുന്നു. അദ്ദേഹം താമസിച്ചിരുന്ന വീട്ടിലെ ഗവർണർ മുറിയിലേക്ക് വന്നപ്പോൾ അദ്ദേഹം ഏതെങ്കിലും സൂഫി വഴിയിലെ പ്രാർത്ഥനകൾ ചൊല്ലുകയാണെന്നാണ് കരുതിയത്, അല്ലേ? 90 പുസ്തകങ്ങൾ മനപാഠമാക്കുക എന്നത്